ഹരി ഓം നാരായണ. സർവം ശ്രീകൃഷ്ണാർപ്പണമസ്തു. സൗന്ദര്യലഹരീ കർത്രേ സർവമംഗളദായിനേ ശങ്കരാചാര്യവർയായ യതിരാജായ തേ നമഃ. ഹരിശ്രീ ഗണപതയേ നമഃ. അവിഘ്നമസ്തു. ശ്രീ മഹാദേവായ നമഃ. ശ്രീ മഹാദേവ്യൈ നമഃ. ശ്രീ ഗുരുവായൂരപ്പ ശരണം. ശ്ലോകം 31. ചതുഷ്ഷ്ട്യാ തന്ത്രൈഃ സകലമഭിസന്ധായ ഭുവനം സ്ഥിതസ്തത്തസിദ്ധിപ്രസവപരതന്ത്രൈഃ പശുപതിഃ. പുനസ്ത്വന്നിർബന്ധാദ് അഖിലപുരുഷാർത്ഥൈകഘടനാ സ്വതന്ത്രം തേ തന്ത്രം ക്ഷിതിതലമവാതീതരദിദം. ചതുഷ്ഷ്ട്യാ തന്ത്രൈഃ സകലമഭിസന്ധായ ഭുവനം സ്ഥിതസ്തത്തസിദ്ധിപ്രസവപരതന്ത്രൈഃ പശുപതിഃ. പുനസ്ത്വന്നിർബന്ധാദ് അഖിലപുരുഷാർത്ഥൈകഘടനാ സ്വതന്ത്രം തേ തന്ത്രം ക്ഷിതിതലമവാതീതരദിദം. ശ്രീദേവീ തന്ത്രത്തെ ശ്രീ മഹാദേവൻ ഭൂമിയിൽ അവതരിപ്പിച്ചതിനെക്കുറിച്ചാണ് ഈ ശ്ലോകത്തിൽ പറയുന്നത്. അല്ലയോ മഹാത്രിപുരസുന്ദരി, പശുപതിയായ പരമശിവൻ അതാതു തന്ത്രങ്ങളിൽ മാത്രം പറയുന്ന സിദ്ധികളെ കൊടുക്കുന്ന, അല്ലെങ്കിൽ സാധകന്മാരുടെ ആഗ്രഹം പോലെയുള്ള ഇഷ്ടഫലങ്ങളെ മാത്രം കൊടുക്കുന്ന, അതുമല്ലെങ്കിൽ ഈ സിദ്ധികൾ കൈവരിക്കുന്നതിനായി അന്യകർമ്മങ്ങളുടെ സഹായം ആവശ്യമായ സമർത്ഥങ്ങളായ മഹാമായാതന്ത്രം തുടങ്ങിയ 64 തന്ത്രങ്ങളാൽ സമസ്തമായ ഈ പ്രപഞ്ചത്തെ ചേർത്തിട്ട് നിയമിച്ചിട്ട് സ്വസ്ഥനായി ഇരുന്നു. ശ്രീദേവിയുടെ നിർബന്ധം നിമിത്തം സകല തന്ത്രങ്ങളിലും പറഞ്ഞിരിക്കുന്ന പുരുഷാർത്ഥങ്ങളെ എല്ലാം സാധിപ്പിക്കുന്നതിന് സാമർഥ്യമുള്ള, അതായത് മറ്റൊരു കർമ്മങ്ങളുടെയും സഹായം കൂടാതെ സ്വോപാസന, അതായത് സ്വയം ചെയ്യുന്ന ഉപാസന കൊണ്ടു മാത്രം സകല പുരുഷാർത്ഥങ്ങളെയും സാധിപ്പിക്കുന്നതിന് സ്വാതന്ത്ര്യമുള്ള ശ്രീ വിദ്യോപാസനാരൂപമായ ദേവീതന്ത്രത്തെ ഭൂമിയിൽ അവതരിപ്പിച്ചു. ശ്ലോകം 32. ശിവശക്തിഃ കാമഃ ക്ഷിതിരധരവിശ്ശീതകിരണഃ സ്മരോഹംസശക്രഃ തദനു ച പരാമാരഹരയഃ അമീഹൃല്ലേഖാഭിഃ തിസൃഭിരവസാനേഷു ഘടിതാഃ ഭജന്തേ വർണ്ണാസ്തേ തവ ജനനി നാമാവയവതാം. സ്ഥൂലരൂപത്തിൽ ദേവിയെ ചതുർബാഹു സമന്വിതയായാണ് ഉപാസിക്കുന്നത്. പാശം, അങ്കുശം, കരിമ്പുവില്ല് അഥവാ ഇച്ചുകോദണ്ഡം, അമ്പ് ഇവ കൈകളിൽ ധരിച്ച രൂപമായി ആരാധിക്കുന്നു. സൂക്ഷ്മരൂപത്തിൽ മന്ത്രരൂപമായ ശ്രീവിദ്യാമന്ത്രമെന്ന് പ്രസിദ്ധമായ പഞ്ചദശാക്ഷരി മന്ത്രം കൊണ്ട് ഉപാസിക്കുന്നു. അതിനെക്കുറിച്ചാണ് ഈ ശ്ലോകത്തിൽ പറഞ്ഞിരിക്കുന്നത്. ദേവിയുടെ ശരീരത്തെ 15 ബീജാക്ഷരങ്ങൾ കൊണ്ട് സൂചിപ്പിക്കുന്നു. ഇതിലെ ആദ്യ 5 അക്ഷരങ്ങൾ കകാരവും ഏകാരവും ഈകാരവും ലകാരവും പിന്നെ ഹ്രീംകാരം കൂടി ചേർന്നതാണ് വാഗ്ഭവകൂടം. അടുത്ത 6 അക്ഷരങ്ങൾ ചേർന്നത് മധ്യകൂടം. ഹകാരം, സകാരം, കകാരം, വീണ്ടും ഹകാരം, ലകാരം, പിന്നെ ഹ്രീംകാരം ഇവ ചേർന്നതാണ് മധ്യകൂടം. അടുത്ത 4 അക്ഷരങ്ങൾ സകാരം, കകാരം, ലകാരം, ഹ്രീംകാരം ചേർന്നതാണ് ശക്തികൂടം എന്നു പറയുന്നത്. 12 അക്ഷരങ്ങളും 3 ഹ്രീംകാരവും ചേർന്ന് 15 ആകുന്നു. ഈ 15 അക്ഷരങ്ങൾ നിൻ തിരുവടിയുടെ
മന്ത്രാവയവമായി പ്രാപിക്കുന്നു. നിന്തിരുവടിയുടെ നാമമായും അവയവമായും ഈ 15 അക്ഷരങ്ങൾ തീരുന്നു. ഇത് തന്നെയാണ് പഞ്ചദശാക്ഷരീ മന്ത്രം. ഇതിൽ വാഗ്ഭവകൂട്ടം ദേവിയുടെ മന്ത്രശരീരത്തിൻ്റെ മുഖമായും മധ്യമകൂടം കഴുത്തിനു താഴെ കടിപ്രദേശം വരെയുള്ള ഭാഗമായും ശക്തികൂടം കടിപ്രദേശം മുതൽ പാദം വരെയുള്ള ഭാഗമായും കണ്ട് ആരാധിക്കുന്നു. നിർഗുണ ബ്രഹ്മത്തിലുള്ള ബ്രഹ്മശക്തിയെ ത്രിഗുണാത്മികയായി ഉപാസിക്കുന്ന വിധാനമാണ് ശ്രീവിദ്യ ഉപാസന. ഇന്ന് ലോകത്ത് ഏറ്റവും പ്രചാരമുള്ള ശാക്തതന്ത്രമാണ് ശ്രീവിദ്യാതന്ത്രം. ശ്രീ ലളിതാ മഹാത്രിപുരസുന്ദരിയെ അടിസ്ഥാന ദേവതയായി ഉപാസിക്കുന്ന ഉപാസനാ പദ്ധതിയാണ് ശ്രീവിദ്യാ ഉപാസന. ശിവശക്തിഃ കാമഃ ക്ഷിതിരധരവിശ്ശീതകിരണഃ സ്മരോഹം സശക്രഃ തദനു ച പരാമാരഹരയഃ അമീഹൃല്ലേഖാഭിഃ തിസൃഭിരവസാനേഷു ഘടിതാഃ ഭജന്തെ വർണ്ണാസ്തെ തവ ജനനി നാമാവയവതാം. ശിവശക്തിഃ കാമഃ ക്ഷിതിരധരവിശ്ശീതകിരണഃ സ്മരോഹം സശക്രഃ തദനു ച പരാമാരഹരയഃ അമീഹൃല്ലേഖാഭിഃ തിസൃഭിരവസാനേഷു ഘടിതാഃ ഭജന്തെ വർണ്ണാസ്തെ തവ ജനനി നാമാവയവതാം. ശ്ലോകം 33. സ്മരം യോനിം ലക്ഷ്മീം ഹൃദയമിദമാദൗ തവ മനോഃ നിധായൈകേ നിത്യേ നിരവധി മഹാഭോഗരസികാഃ ഭജന്തി ത്വാം ചിന്താമണിഗുണനിബദ്ധാക്ഷവലയാഃ ശിവാഗ്നൗ ജുഹ്വന്തഃ സുരഭിഗൃധധാരാഹുദിശതൈഃ. അല്ലയോ ആദ്യന്തമില്ലാത്ത മഹാദേവി, നിത്യനിരതിശയാനന്ദരൂപമായ ആത്മാനുഭാവത്തെ സാക്ഷാത്കരിച്ച ദുർലഭം ചില മഹാന്മാർ നിന്തിരുവടിയുടെ മഹാമന്ത്രത്തിൻ്റെ ആദിയിൽ കാമരാജ ബീജത്തെയും ഭുവനേശ്വരി ബീജത്തെയും ശ്രീബീജത്തെയും, അതായത് ഐം ഹ്രീം ശ്രീം എന്ന ഈ 3 ബീജങ്ങളെയും ചേർത്തിട്ട് ചിന്താമണി രത്ന സമൂഹത്താൽ ഉണ്ടാക്കപ്പെട്ട ജപമാലയും ധരിച്ചുകൊണ്ട്, അതായത് അകാരം മുതൽ ക്ഷകാരം വരെയുള്ള മാതൃകാക്ഷരങ്ങളുടെ പിന്നെയും പിന്നെയുമുള്ള ആവൃത്തിയാകുന്ന ജപം ചെയ്തുകൊണ്ട് ശാസ്ത്രപ്രകാരമുള്ള ജപാനുഷ്ഠാനത്തെ നിർവഹിച്ച് ശക്തിരൂപമായ ത്രികോണത്തിൽ സംസ്കരിക്കപ്പെട്ട അഗ്നിയിൽ കാമധേനുവിൻ്റെ നെയ് കൊണ്ടുള്ള അനേകം ആഹുതിധാരകളെക്കൊണ്ട് ഹോമം ചെയ്ത് നിന്തിരുവടിയെ ഭജിക്കുന്നു. ഈ ശ്ലോകത്തിൻ്റെ രഹസ്യാർത്ഥം മൂലാധാരത്തിലുള്ള കുണ്ടലിനീ രൂപമായ ചിദഗ്നിയിൽ സുരഭിയായ ക്ഷീരമാകുന്ന ഘൃതം കൊണ്ട് പിന്നെയും പിന്നെയും ഹോമം ചെയ്യുക എന്നാകുന്നു. ഇത് ഗുരുപദേശം കൊണ്ട് വെളിപ്പെടേണ്ടതായതുകൊണ്ട് അത്യന്തം രഹസ്യമാണ്. ശ്രീ മഹാദേവായ നമഃ. ശ്രീ മഹാദേവ്യൈ നമഃ. സ്മരം യോനിം ലക്ഷ്മീം ഹൃദയമിദമാദൗ തവ മനോഃ നിധായൈകേ നിത്യേ നിരവധി മഹാഭോഗരസികാഃ ഭജന്തി ത്വാം ചിന്താമണിഗുണനിബദ്ധാക്ഷവലയാഃ ശിവാഗ്നൗ ജുഹ്വന്തഃ സുരഭിഗൃധധാരാഹുദിശതൈഃ. ശ്രീ മഹാദേവായ നമഃ. ശ്രീ മഹാദേവ്യൈ നമഃ.